രൗദ്രതാണ്ഡവം. രചന അവതരണം നന്ദു അച്ചുകൃഷ്ണ. വാട്ട്? അവന്റെ ശബ്ദം ആ നാലു ചുവരിനെയും പിളർക്കും പോലെ ഉച്ചത്തിലായിരുന്നു. വല്ലാത്ത ഭാവത്തിലുള്ള അവന്റെ മുഖവും ചോദ്യം ചെയ്യലും ഡോക്ടറെ ഒരു നിമിഷം സംശയത്തിലാഴ്ത്തി. എന്തുപറ്റി? ആർ യു ഓക്കെ? സമാധാനത്തോടെ ചോദിക്കാനാണ് ഡോക്ടർ ശ്രമിച്ചതെങ്കിലും അവന്റെ ആ നേരത്തെ രൂപവും ഭാവവും അവരിൽ എന്തൊക്കെയോ സംശയമുണ്ടാക്കി. സർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നും മിണ്ടാതെ താൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നുപോലും അറിയാതെ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനോട് ഡോക്ടർ തോളി തട്ടി ചോദിച്ചു. ഉം ഏയ് ഇല്ലില്ല, ഐ ആം ലിസണിങ്. എങ്ങനെയൊക്കെയോ പറഞ്ഞുകൊണ്ട് അവൻ അവർക്ക് മുന്നിൽ നിന്നും മുഖം തിരിച്ചു. മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരന് പെട്ടെന്ന് എന്തുപറ്റി എന്ന രീതിയിൽ ഡോക്ടർ സിസ്റ്ററെ നോക്കി. ഒരുപക്ഷെ അവർ ഈ ടൈം പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല. ആക്സിഡന്റൽ പ്രഗ്നൻസി ആകും ഡോക്ടർ. അവനെ ഒരിക്കൽ കൂടി നോക്കിയിട്ട് സിസ്റ്റർ അത്രയും മെല്ലെ ഡോക്ടറോട് പറഞ്ഞതും ഡോക്ടർക്കും ഒരു പരിധിവരെ അത് ശരിയാണെന്ന് തോന്നി. ഓക്കെ, ലെറ്റ് ഹിം സിറ്റ് അലോൺ. ആദ്യം സ്വയം കാര്യങ്ങളെയൊക്കെ ഒന്ന് പ്രോസസ് ചെയ്യട്ടെ. അതുവരെ മറ്റാരും അദ്ദേഹത്തെ ശല്യം ചെയ്യണ്ട. രണ്ട് കൈയും തലയ്ക്ക് കൊടുത്ത് ആകെ തളർന്നിരിക്കുന്നവനെ നോക്കിക്കൊണ്ട് ഡോക്ടറും സിസ്റ്ററും അവിടെ നിന്നും ഇറങ്ങി. എന്നാൽ ഈ സമയം ഹരിക്കുള്ളിലൊരു ഇടി മുഴങ്ങി അഗ്നിപർവ്വതം പൊട്ടിത്തകരുകയായിരുന്നു. സിദ്ധി, അതും പ്രഗ്നന്റ്. അവൾ മാരീഡ് ആയിരുന്നോ അപ്പോ? അങ്ങനെ മറ്റൊരാളുടെ സ്വന്തമായവളെയാണോ ഞാൻ ഈ നിമിഷം വരെ ആഗ്രഹിച്ചത്? അവളോടാണോ തനിക്ക് ഇത്രയും പ്രണയം തോന്നിയത്? എന്തുകൊണ്ട് താനിതൊന്നും അറിഞ്ഞില്ല? മറ്റൊരുവന്റെ സ്വന്തമായവളെയാണ് താൻ ഈ ആഗ്രഹിക്കുന്നതെന്ന് ചിന്തകൾ ഹരിയെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങി. ഇന്നുവരെ അങ്ങനെ സീരിയസ് റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല തനിക്ക്. ആരോടും അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടില്ല എന്ന് പറയുന്നതാകും ശരി. പക്ഷെ ആദ്യമായി ഇവളെ കണ്ടപ്പോൾ തന്നെ ഹൃദയം ഒരു നിമിഷം പിടപ്പ് നിർത്തിയതാണ്. അത് തനിക്ക് അവളോടുള്ള ഇഷ്ടമാണെന്ന് മനസ്സിലാക്കാനെടുത്ത സമയമായിരുന്നു ഈ പോയ 2 ദിവസം. പക്ഷെ അപ്പോഴേക്കും എവിടെയാണ് തനിക്ക് തെറ്റുപറ്റിയത്? ഹരിയുടെ ബുദ്ധി അവളെ ഒന്നേന്ന് ഓർത്തെടുക്കുന്നതിൽ നിന്ന് കാര്യങ്ങൾ തിരഞ്ഞു. താൻ അവളെ ആദ്യമായി കാണുമ്പോൾ അവളുടെ നെറുകയിൽ സിന്ദൂരം ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞിട്ടും സിന്ദൂരം തൊട്ടുകൊണ്ട് നടക്കുന്ന എത്ര പേരുണ്ട്? ബുദ്ധിയും തമ്മിലുള്ള വാൾപ്പയറ്റ് അവനുള്ളിൽ തന്നെ അപ്പോഴേക്കും തുടങ്ങിയിരുന്നു. അവളുടെ കഴുത്തിൽ താലി ഉണ്ടായിരുന്നോ? അവൻ ഒന്ന് ഓർത്തു നോക്കി. കല്യാണം കഴിഞ്ഞതുകൊണ്ട് താലി കഴുത്തിലിടണമെന്ന് ആർക്കാ ഇപ്പൊ ഇത്ര നിർബന്ധം? അങ്ങനെ നിർബന്ധമൊന്നും ഇല്ലല്ലോ. പിന്നെയും അവന്റെ തോന്നലുകളെ അവന്റെ ചിന്തകൾ തന്നെ തോൽപ്പിച്ചു. ആദ്യമായി പ്രണയിച്ച പെൺകുട്ടിയെ നഷ്ടമായി എന്നതിനപ്പുറം മറ്റൊരുവന്റെ ഭാര്യയെ മോഹിച്ചു എന്ന കുറ്റബോധമായിരുന്നു അവനെ ആകെ തകർത്തത്. കുറെ നേരം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അകത്തു നിന്നും സിസ്റ്റർ വിളിക്കുന്നത്. വൈഫ് എഴുന്നേറ്റു കേട്ടോ. അവരെ തിരുത്തണമെന്നുണ്ടായിരുന്നെങ്കിലും അതിനു മുന്നേ സിസ്റ്റർ അകത്തേക്ക് കയറിപ്പോയി. വല്ലാത്തൊരു ഹൃദയവേദനയോടെ അകത്തേക്ക് ചെന്നവൻ കാണുന്നത് ക്യാനലയിട്ട് ട്രിപ്പ് കയറി കിടക്കുന്നവളെയാണ്. അവൾക്കടുത്തേക്ക് എത്തും മുന്നേ തന്നെ ഡോക്ടർ തിരിച്ചെത്തിയിരുന്നു. അപ്പോൾ സർ മാഡത്തോട് വിശേഷം പറഞ്ഞു കാണുമല്ലോ അല്ലേ? അപ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. ഈ സമയത്ത് നല്ലോണം കെയറും റെസ്റ്റും വേണ്ട സമയമാണ്. എപ്പോഴും ഹാപ്പി ആയിരിക്കണം. പിന്നെ അവർ ബാക്കി എന്തെങ്കിലും പറയും മുന്നേ തന്നെ അവന്റെ കയ്യിലെ മൊബൈൽ റിങ് ചെയ്തു. ഒരു സെക്കൻഡ്, വീട്ടിൽ നിന്നും മകനാണ് വിളിക്കുന്നത്. ഞാൻ ഇതൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ. ഡോക്ടർ ഫോണുമായി ഇത്തിരി മാറി നിന്നു. ട്രിപ്പ് തീരാൻ കുറച്ചു നേരം കൂടി എടുക്കും. അതും പറഞ്ഞ് സിസ്റ്ററും അവരുടെ അടുക്കൽ നിന്നും മാറി. ഈ സമയമെല്ലാം ഹരിയുടെ കണ്ണുകൾ സിദ്ധിയിലായിരുന്നു. ഡോക്ടറും സിസ്റ്ററും അവരുടെ അടുക്കൽ നിന്നും മാറിയതും സിദ്ധി ധൃതിയിൽ ഹരിയെ തിരഞ്ഞു. ഡോക്ടർ എന്താ പറഞ്ഞത്? അവരുടെ സംസാരത്തിൽ നിന്ന് ചിലതൊക്കെ ഉദ്ദേശിച്ചതുകൊണ്ട് അവൾ ഭയന്നുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചോദിച്ചത്. നീ പ്രഗ്നന്റ് ആണെന്ന് സിദ്ധി. ആദ്യമായിട്ടാവും അവൻ അത്രയും ദുർബലനായി ആ ഒരു നിമിഷത്തെ താണ്ടാൻ പ്രാർത്ഥിക്കുന്നത്. എന്താ? ഞെട്ടലിനുമുപരി ഭയന്നുകൊണ്ടാണ് അവൾ നിലവിളിച്ചത്. സിദ്ധി! അവളുടെ ആ പകപ്പ് അവനെ ഭയപ്പെടുത്തി. അവളുടെ പേടികൊണ്ട് വിറയ്ക്കുന്ന ശരീരം കണ്ടതും ഹരി മറ്റൊന്നും ആലോചിക്കാതെ അവളുടെ തോളിൽ പിടിച്ചു. ആ നേരത്താണ് ഡോക്ടറും സിസ്റ്ററും പിന്നകത്തേക്ക് കയറി വരുന്നത്. പരസ്പരം ചേർന്ന് നിൽക്കുന്ന രണ്ടുപേരെ കണ്ടതും അവർ സന്തോഷം പങ്കിടുകയാണെന്നുള്ള തോന്നലിൽ ഡോക്ടർ ചിരിച്ചു. പിന്നെയുണ്ടായിരുന്ന 5 മിനിറ്റ് പ്രഗ്നൻസിയെ പറ്റി ചെറിയൊരു ക്ലാസ് തന്നെ അവർക്ക് എടുത്തുകൊടുത്തു എന്ന് പറയാം. ഒന്നും ചെയ്യാൻ കഴിയാതെ, ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ സാധിക്കാതെ ആ സമയം സിദ്ധി ആകെ തളർന്നു പോയിരുന്നു.
ട്രിപ്പ് നേരാൻ ഇച്ചിരി നേരം കൂടി പിടിക്കും. ഒരു കാര്യം ചെയ്യ്, സാറ് പോയി മാഡത്തിന് കുടിക്കാൻ ഒരു ജ്യൂസ് വാങ്ങിക്കൊണ്ടുവാ. മാഡത്തിന്റെ മുഖം കണ്ടിട്ട് ഇന്നൊന്നും ആഹാരം കഴിച്ചതായി തോന്നുന്നില്ല. ആകെ വിളറി വെളുത്തിരിക്കുന്നവളെ അവനൊന്ന് നോക്കി. ശരിയാണ്, വല്ലാതെ തളർന്നിരിക്കുന്നു. സാർ പേടിക്കണ്ട, ഞാനൊക്കെ ഇവിടെ കാണും. സാർ പോയിട്ട് സമാധാനമായിട്ട് വന്നാൽ മതി. സിസ്റ്റർ പറഞ്ഞതും അവൻ അവിടുന്ന് പോകാതെ തരമില്ലെന്നായി. എന്നാൽ ഹരി ഇറങ്ങിപ്പോകുന്നതറിയാതെ അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു സിദ്ധി. ഇത്തിരി നേരം കഴിഞ്ഞതും മുറിയിൽ നിന്നും സിസ്റ്റർ ഇറങ്ങിപ്പോയി. തനിക്ക് ചുറ്റും ആരുമില്ലെന്ന് കണ്ടതും സിദ്ധി കൈയിലെ കാനുല വലിച്ചു പൊട്ടിച്ച് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. പെട്ടെന്ന് ചാടിയുള്ള എഴുന്നേൽപ്പായതുകൊണ്ട് തന്നെ അവളുടെ കാല് വേച്ച് പിന്നിലേക്ക് അവൾ മറിയാൻ തുടങ്ങി. ഇടത് കൈ കുത്തി അവൾ വീഴാതെ പിടിച്ചു നിന്നെങ്കിലും കാനുല പൊട്ടിച്ചതിന്റെ അവിടുന്ന് ബ്ലഡ് ചെറിയ രീതിയിലാണെങ്കിലും ഒഴുകി തുടങ്ങി. വല്ലാത്തൊരു മതിഭ്രമം ബാധിച്ച പോലെ അവൾ അവിടെ നിന്നും ഇറങ്ങി നടന്നു. എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാതെ നടന്നവളുടെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ കാല് വലിച്ചു വെച്ച് സ്റ്റെപ്പുകൾ കയറി. പണി തീരാൻ ബാക്കിയുള്ള പാരപ്പറ്റിന്റെ അറ്റത്തേക്കാണ് അവൾ നടന്നത്. അവിടെ എത്തി ഒരു നിമിഷം അവൾ നിന്നു. തന്നെ താലി കെട്ടിയവനെ, തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവനെ ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് അവൾ താഴേക്ക് ചാടാനായി തുടങ്ങിയതും ചോര ഒഴുകിയിറങ്ങുന്ന ഇടത് കൈയിൽ പിടിച്ചു വലിച്ച് പിന്നിലേക്ക് മാറ്റിയിരുന്നു ഒരുവൻ. പാതി മൂടിയ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള യാത്രയിൽ അവർ പരസ്പരം കണ്ടു. ഏത് കൈപിടിച്ചാണോ അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു വലിച്ചെടുത്തത്, അതേ കൈയിലൂടെ തന്നെ അവളുടെ വിരലുകൾ ഊർന്നുപോയി. ജീവിതം ഒരിക്കലും കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ചവളുടെ മുന്നിലേക്ക് അവന്റെ മുഖം കൂടുതൽ കൂടുതൽ തെളിച്ചത്തോടെ തെളിഞ്ഞു വന്നു. അവന്റെ കയ്യിൽ നിന്നും അഴിഞ്ഞ വിരലുകൾ അവൾ പിന്നിലേക്ക് കൊണ്ടുപോയെങ്കിലും അടുത്ത നിമിഷം തന്നെ അവൻ അവളെ വലിച്ച് മുന്നിലേക്ക് നിർത്തി. അഗ്നിയേട്ടൻ. കാതിൽ പതിഞ്ഞ ചെറിയ ശബ്ദം. കാലങ്ങൾക്ക് മുന്നേ കേട്ട പോലെ അവന്റെ മനസ്സിലേക്ക് ആദ്യം കൊണ്ടുവന്നത് 1000 സന്തോഷമായിരുന്നു. പക്ഷെ തൊട്ടടുത്ത നിമിഷം കരഞ്ഞും തളർന്നും പ്രാന്തു പിടിച്ചും കിടന്ന ഒരുവന്റെ മുഖം മനസ്സിലേക്ക് ഓടി വന്നതും അത്രയും ദേഷ്യത്തോടെ തന്നെ അഗസ്ത്യ അവളെ പിടിച്ചു തള്ളി. അവനുള്ളിലേക്ക് കാലഭൈരവൻ കാലെടുത്തു വെച്ച പോലെ അഗ്നി ദേഷ്യം കൊണ്ട് ഉറഞ്ഞു തുള്ളി. പറയടി, ആരുടെ അമ്മയുടെ ചാക്കാലയ്ക്കാണ് നീ ഇപ്പൊ തിരിച്ചു വന്നതെന്ന്. അവളൊന്നും മിണ്ടിയില്ല. നിന്നോടല്ലേടി ചോദിച്ചത്, ആരെ കാലപുരിക്ക് അയക്കാനാണ് നിന്റെ തിരിച്ചുവരവെന്ന്. കലി കയറി രൗദ്രം പൂണ്ടവൻ ആ നിമിഷം ഓർത്തില്ല മരണത്തിൽ നിന്ന് അവനാണ് അവളെ പിടിച്ചു കയറ്റിയതെന്ന്. എന്തടി, നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്റെ വംശിയെ വേണ്ടെന്ന് വിളിച്ചു പറയാൻ ലോകമൊട്ടുമുള്ള ശബ്ദം നിന്റെ ഈ തൊണ്ടക്കുഴിയിൽ നിന്ന് തന്നെയല്ലേ വന്നത്? അപ്പൊ പറയടി, എന്തിനാ ഇപ്പൊ നിന്റെ ഈ തിരിച്ചുവരവ്? പാതി ചത്തിരിക്കുന്ന എന്റെ ചെറുക്കനെ ഒരിക്കൽ കൂടി നിന്റെ കൈയും കൊണ്ട് കൊല്ലാൻ വേണ്ടിയാണോ നിന്റെ ഈ പ്രത്യക്ഷപ്പെടൽ? അവളെ തല്ലാനായി പിന്നെയും മുന്നിലേക്ക് വലിച്ചു നിർത്തിയതും അവന്റെ കൈകളിലേക്ക് തന്നെ അവൾ തളർന്നു വീണു. എടി, കൂടുതൽ നാടകം കളിക്കാതെ നീ എഴുന്നേൽക്കുന്നുണ്ടോ? എടി, നിന്നോടാ പറഞ്ഞത് എഴുന്നേൽക്കാൻ. എടി അളിഞ്ഞവളെ, പാർത്ഥനോ വംശിയല്ല നിന്റെ ഈ ചീഞ്ഞ ഡ്രാമയിൽ വീഴാൻ. ഇത് അഗ്നിയാണ്. എടി സർ, പ്ലീസ്. ആ കൊച്ചു നാടകമൊന്നും കളിക്കുകയല്ല. അത് ശരിക്കും മയങ്ങി വീണെന്നാ തോന്നുന്നേ. നോക്കിയേ, അതിന്റെ കയ്യ് ചോര ഒഴുകുന്ന കണ്ടോ സർ? അതുവരെ അവന്റെ താണ്ഡവം കണ്ട് പേടിച്ചു നിന്ന രണ്ടുപേർ പെട്ടെന്ന് അവന്റെ മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് അഗസ്ത്യയും അവളുടെ കൈ ശ്രദ്ധിക്കുന്നത്. ശരിയാ, കൈ നിറയെ ചോര. ആ നേരം വരെ അവളെ കൊല്ലാൻ നിന്നവന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ആ പഴയ സിദ്ധി ഓടിയെത്തി. അഗ്നിയേട്ടാ, ഓടി വന്നേ. അവിടെ വിച്ചേട്ടൻ എന്നോട് ദേഷ്യത്തിന് തേണ്ട ഭിത്തിയിൽ കൈയടിച്ച് പൊട്ടിക്കുന്നു. ആ കൈയാകെ ചോരയായിട്ടുണ്ട്. ഒന്ന് വേഗം വാ. വിച്ചേട്ടനോട് അങ്ങനെയൊന്നും ചെയ്യല്ലേന്ന് പറ. വിച്ചേട്ടൻ എന്തു പറഞ്ഞാലും ഞാൻ കേട്ടോളാംന്ന് പറ. ഇങ്ങനെ സ്വയം മുറിക്കല്ലേന്ന് പറ അഗ്നിയേട്ടാ. എനിക്ക് ചോര കണ്ടിട്ട് ഭയമാകുന്നു. ചോര എനിക്ക് പേടിയാ അഗ്നിയേട്ടാ. ഒരിക്കൽ ചോരയെ ഭയമാണെന്ന് പറഞ്ഞവളാണ് ഇന്ന് ആകെ ചോരയിൽ മുങ്ങി. അവന്റെ ഹൃദയം നിമിഷ നേരത്തേക്കാണെങ്കിലും അവൾക്ക് വേണ്ടി ആർദ്രമായി. ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ അഗസ്ത്യ അവളെ കൈകളിൽ കോരിക്കൊണ്ട് താഴേക്ക് പാഞ്ഞു. കൈകളിൽ ഒരു പെണ്ണിനെയും കോരിയെടുത്തുകൊണ്ട് താഴെ കൂടുന്ന ഹോസ്പിറ്റലിന്റെ മുതലാളിയെ അവിടെ കൂടി നിന്നവരെല്ലാം അത്ഭുതത്തോടെയാണ് നോക്കിയത്. അവനെ കൊണ്ട് കഴിയുന്നത്രയും വേഗത്തിൽ അവൻ അവളെ എമർജൻസിയിൽ എത്തിച്ചു. അവിടെ ഇന്ന് സകല ഡോക്ടർമാരോടും അവൻ ചാടിക്കടിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ തന്നെ ഒരു ചൂടനാണവൻ. ഒരു പെണ്ണിന്റെ പേരിൽ ഇത്രയും ബഹളമുണ്ടാക്കുന്നത് കണ്ടതും അവിടെ പല കഥകളും പരക്കാൻ പിന്നെ നേരമൊന്നും വേണ്ടി വന്നില്ല.
അഗസ്ത്യയുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ വേഗമാണ് അവളുടെ ചികിത്സ സ്റ്റാർട്ട് ചെയ്തത്. വല്ലാത്തൊരു വെപ്രാളത്തോടെ അവിടെ തന്നെ നിൽക്കുന്നവനെ സ്റ്റാഫ് അംഗങ്ങളെല്ലാം നോക്കാതെ നോക്കി. ആ നേരത്താണ് കുറച്ചു മുന്നേ അവളെ നോക്കിയ ഡോക്ടറും സിസ്റ്ററും ഇവിടെ എത്തുന്നത്. ഈ കുട്ടി ഈ കുട്ടിയല്ലേ പറയാതെ ഇറങ്ങിപ്പോയെന്ന് സിസ്റ്റർ പറഞ്ഞത്? ഡോക്ടർ ആ സിസ്റ്ററിനോട് ചോദിച്ചതും അഗസ്ത്യ അവർക്കടുത്തേക്ക് ചെന്നു. എന്താ ഡോക്ടർ, എന്താ കാര്യം? അത് പിന്നെ ഈ കുട്ടിയെ കുറച്ചു മുന്നേ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്റർ വന്ന് പറഞ്ഞു ഈ കുട്ടി ആരോടും പറയാതെ ഇറങ്ങിപ്പോയെന്ന്. ഒരു പേഷ്യന്റ് വന്നാൽ അവരെ നന്നായി നോക്കാനുള്ള സമയമില്ലേ സിസ്റ്റർക്ക് ഇവിടെ? അവന്റെ ദേഷ്യത്തിൽ നിന്ന് സിസ്റ്റർ വിറച്ചു. ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. അത് പിന്നെ സർ, മാഡത്തിന് ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അങ്ങനെ ഇറങ്ങിപ്പോകുമെന്ന് ഞാൻ കരുതിയില്ല. മുഖം താഴ്ത്തി അത്രയും പറയുമ്പോഴും അവന്റെ പല്ലുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദം അവർക്ക് വ്യക്തമായി കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഡോക്ടർ, ഈ കുട്ടിക്ക് എന്താ പ്രശ്നം? സിസ്റ്ററിനെ വിട്ട് അവൻ ഡോക്ടർക്ക് നേരെ തിരിഞ്ഞു. പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അഗസ്ത്യ. പിന്നെ ആ കുട്ടി ഫെയിന്റ് ആയപ്പോൾ കൊണ്ടുവന്നതാണ്. ഫെയിൻ? യാ, ഷീസ് പ്രഗ്നന്റ്. അതിന്റെ ഹസ്ബൻഡാണ് കൊണ്ടുവന്നത്. തലയിൽ ഒരു കൂടം വെച്ച് അടിച്ച പോലെ അഗസ്ത്യ പതറിക്കൊണ്ട് പിന്നിലേക്ക് വേച്ചുപോയി. പ്രഗ്നന്റ്? ഹസ്ബൻഡ്? ഇത് മാത്രം അവന്റെ തലയിലൂടെ മൂളിപ്പോയി. സിദ്ധിദാത്രി പ്രഗ്നന്റ് ആണ്, വംശിയിൽ നിന്നല്ലാതെ. സിദ്ധിദാത്രിക്ക് ഒരു ഭർത്താവ്, അതും വംശിയല്ലാതെ. കുറെ നേരമായി ഫോൺ ബെല്ലടിക്കുന്ന പോലെ കേൾക്കുന്നുണ്ട്. ഉറക്കത്തിലായതുകൊണ്ട് തന്നെ അതൊരു തോന്നലാണോ ഇനിയും ശരിക്കും ബെല്ലടിക്കുന്നുണ്ടോ എന്നുള്ള ബോധമൊന്നും ഇതുവരെ പാർത്ഥന് തോന്നിയില്ല. ഓരോ തവണയും ഉറക്കത്തിനിടയിൽ ഉണ്ടാവുന്ന തോന്നലാണെന്ന് കരുതി അവൻ വീണ്ടും വീണ്ടും ഉറക്കത്തിലേക്ക് തന്നെ കൂപ്പുകുത്തി. വംശിക്കൊപ്പം ഇരുന്ന് അഗസ്ത്യയുടെ ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ ഡിസ്കസ് ചെയ്തതുകൊണ്ട് സമയം പോയതറിഞ്ഞില്ല. അവസാനം സംസാരിക്കുന്നതിനിടയിൽ തന്നെ താൻ മയങ്ങി പിന്നിലേക്ക് പോയിന്ന് കണ്ടപ്പോഴാണ് വംശി പോയി കിടന്നുറങ്ങാൻ പറഞ്ഞത്. വേണ്ടടാ, വർക്ക് കഴിഞ്ഞിട്ട് കിടക്കാം എന്ന് പറഞ്ഞപ്പോൾ ടിപ്പിക്കൽ വംശിയുടെ നോട്ടമെത്തി. ഒരുമാതിരി സിംഹം മാൻപേടെ പേടിപ്പിക്കും പോലെ ആ ക്രൗര്യം നിറഞ്ഞ നോട്ടം. പിന്നെ നല്ലോണം ഉറക്കവും വന്നു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തർക്കിക്കാൻ നിൽക്കാതെ വന്ന് കിടന്നതാണ്. ഒരിക്കൽ കൂടി ഫോൺ റിങ് ചെയ്യുന്ന കേട്ടതും അവൻ കണ്ണടച്ചുകൊണ്ട് കട്ടിലിൽ ആകെ പരതി. അവസാനം സാധനം കയ്യിൽ കിട്ടിയതും വിളിക്കുന്നവന്റെ പൂർവികരെ വരെ മനസ്സിൽ നന്നായി സ്മരിച്ചുകൊണ്ടാണ് പാർത്ഥൻ കോൾ അറ്റൻഡ് ചെയ്തത്. ഹലോ? ആരാണെന്ന് പോലും നോക്കാതെ അവൻ കോൾ അറ്റൻഡ് ചെയ്തു. പാർത്ഥ? കേൾക്കുന്നത് അഗസ്ത്യയുടെ ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞതും പാർത്ഥൻ കണ്ണുകൾ വലിച്ചു തുറന്നു. സമയം നോക്കുമ്പോൾ 2 മണി കഴിഞ്ഞിരിക്കുന്നു. ഈ നേരത്ത് അവന്റെ കോള്? അവൻ ചാടി എഴുന്നേറ്റ് ചെവിയിലേക്ക് ഫോൺ നേരെ വെച്ചു. അഗസ്ത്യ, എനിക്ക് നിന്നെ ഇപ്പൊ കാണണം പാർത്ഥ. അഗസ്ത്യ, നീ ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടോ? അവന്റെ ശബ്ദത്തിലെ കുഴച്ചിൽ നിന്നും അവൻ നന്നായി കഴിച്ചിട്ടുണ്ടെന്ന് പാർത്ഥന് തോന്നി. ഞാൻ എന്റെ ഫ്ലാറ്റിലുണ്ട്, 10 മിനിറ്റ്. അതുപോലെ നീ ഇവിടേക്ക് വരുന്ന കാര്യം വംശി ഒരിക്കലും അറിയരുത്. എടാ, എന്താ പറ്റിയേ? ചോദ്യം പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ അവന്റെ ഫോൺ കട്ടായിരുന്നു. അത് കട്ടായിന്ന് മനസ്സിലായതും പാർത്ഥൻ ആദ്യം നോക്കിയത് ഇന്ന് എന്ത് ദിവസമാണെന്ന. ഞായറാഴ്ചയല്ല എന്ന് കണ്ടതും പാർത്ഥന്റെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ പോയി. അഗസ്ത്യ ഞായറാഴ്ച മാത്രം വെള്ളമടിക്കുന്ന സത്യക്രിസ്ത്യാനിയാണ്. ഞായറാഴ്ച വെള്ളമടിച്ചില്ലെങ്കിൽ അങ്ങനെ ഒരു ക്രിസ്ത്യാനിറ്റി ഉണ്ടെന്ന് തന്നെ പറഞ്ഞ് കർത്താവ് തന്നെ പുറത്താക്കുമെന്നാണ് അവന്റെ ഭാഷ്യം. അങ്ങനെയുള്ളവൻ ഇന്ന് ഇത്രയുമധികം കഴിക്കണമെന്നെങ്കിൽ അവന്റെ മനസ്സിനെ അത്രയ്ക്കും ഉലയ്ക്കുന്ന എന്തോ നടന്നിട്ടുണ്ട്. സാധാരണ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആള് നേരെ ഇങ്ങോട്ടാണ് വരുന്നത്. ഇന്ന് അങ്ങനെ വരാതെ തന്നെ അവിടേക്ക് വിളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതും വംശി അറിയരുത് എന്ന് ഇത്രയും ഉറപ്പ് വാങ്ങി വിളിപ്പിക്കുമ്പോൾ പാർത്ഥന്റെ ഉറക്കം ഞെട്ടിമാറി. അവൻ വേഗം തന്നെ ഡ്രസ്സ് ചെയ്ത് പുറത്തേക്കിറങ്ങി. വംശിയുടെ ഡോർ അടഞ്ഞു കിടക്കുകയാണെന്നുള്ള സമാധാനത്തിൽ അവൻ വേഗം ഫ്ലാറ്റും ലോക്ക് ചെയ്ത് താഴെ എത്തി കാറുമായി പുറത്തേക്കിറങ്ങി. മുകളിൽ ഒരുവൻ ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ട് അവൻ പോകുന്നു എന്ന് കണ്ടെന്നറിയാതെ. നടന്നു കയറിയ മുൾവഴികളെല്ലാം തീർന്നു എന്ന വിശ്വാസത്തിൽ ശ്വാസം ഒന്ന് നേരെ എടുത്തു തുടങ്ങിയ സമയത്ത് പിൻവാതിൽ കൂടി തന്നെ വീണ്ടും ആ അന്ധകാര ചുഴിയിലേക്ക് വലിച്ചിടാൻ പാകത്തിൽ ദൈവത്തിന്റെ കറുത്ത കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ച പോലെ സിദ്ധി ആകെ തളർന്നു പോയിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെയൊരു കാര്യം. അതുപോലെ തന്നെ പ്രതീക്ഷിച്ചില്ലായിരുന്നു അഗ്നിയേട്ടനുമായിട്ടുള്ള കണ്ടുമുട്ടലും. താൻ ഗർഭിണിയാണെന്നുള്ള വാർത്ത കേട്ട് ഞെട്ടി തകർന്നു നിൽക്കുന്ന അഗസ്ത്യയുടെ മുഖമാണ് കണ്ണടയ്ക്കുമ്പോഴൊക്കെ ഓർമ്മ വരുന്നത്.
ഏട്ടൻ തന്നെ കണ്ട സ്ഥിതിക്ക് വിച്ചേട്ടൻ അറിയാൻ ഇനി അധിക നേരമൊന്നും വേണ്ടിവരില്ല. ആരിൽ നിന്നും ഒളിക്കാനാണോ താൻ ഇത്രയും ദിവസം കൊണ്ട് ശ്രമിക്കുന്നത്? അയാളുടെ മുന്നിൽ എത്തപ്പെട്ട അവസ്ഥ. ആ ഒരു ചിന്തയിൽ പോലും അവളുടെ ആത്മാവ് വരെ കിടുങ്ങി. ഇതേ സമയം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഹരിയും. അവൾക്ക് കുടിക്കാൻ ജ്യൂസ് വാങ്ങാൻ വേണ്ടി പുറത്തുപോയ സമയത്താണ് അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട ഷോക്കിലും അവൻ വല്ലാതെയായിരുന്നു ആ നിമിഷം കൊണ്ട്. അതാകും ക്യാൻറ്റീനിലേക്ക് പോകുന്നതിന് പകരം എൻട്രൻസിലേക്ക് അവൻ പോയത്. മനസ്സിലുണ്ടാവുന്ന ചിന്തകൾ ആകെ കുഴഞ്ഞു മറിഞ്ഞ് അവൻ എവിടേക്കെന്നറിയാതെ കുറെ അധിക നേരം മുന്നേക്ക് നടന്നുപോയി. ഏതോ ഒരു വണ്ടിയിൽ നിന്ന് വന്ന തീവ്രമായ പ്രകാശത്തിലാണ് അവന്റെ കണ്ണൊന്ന് ചിമ്മിയത്. അപ്പോഴാണ് താൻ എവിടെയാണെന്നോ എങ്ങനെ ഇവിടെ വരെ വന്നു എന്നൊക്കെ ചിന്തിക്കുന്നത്. കുറെ നേരം അങ്ങനെ നിന്ന് ചിന്തകളെ സ്വസ്ഥമാക്കി. എന്നിട്ടാണ് അവൻ തിരിഞ്ഞു നടന്നത്. ഡോക്ടർ പറഞ്ഞ പോലെ ക്യാൻറ്റീനിൽ നിന്നും അവൾക്കുള്ള ജ്യൂസുമായി ചെന്നതും അവിടെ എന്തൊക്കെയോ ബഹളം കഴിഞ്ഞു എന്നൊക്കെ ആരോ പറയുന്ന കേട്ടിരുന്നു. ഒന്നും ശ്രദ്ധിക്കാൻ പോയില്ല. അല്ലെങ്കിൽ തന്നെ ശ്രദ്ധിച്ചാലും മനസ്സിലാവുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ലല്ലോ താൻ. നോക്കുമ്പോൾ കണ്ണും തുറന്ന് വിദൂരതയിലേക്ക് നോക്കി ഒരുവൾ കിടക്കുന്നു. ട്രിപ്പ് തീർന്നതും ഡോക്ടർ ഒരിക്കൽ കൂടി നോക്കി അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി. അതിനൊപ്പം തന്നെ നെക്സ്റ്റ് ഡോക്ടറെ കാണാൻ വരേണ്ട ദിവസവും അവളോടും തന്നോടും പറഞ്ഞേൽപ്പിച്ചു. തനിക്കൊപ്പം നടക്കുമ്പോഴും കാറിൽ യാത്ര ചെയ്യുമ്പോഴുമൊന്നും ഒരിക്കൽ പോലും അവളുടെ കണ്ണുകൾ തന്നെ തേടി വന്നില്ല. അല്ലെങ്കിൽ തന്നെ തന്നോട് എന്താ അവൾക്ക് പറയാനുള്ളത്? അവന്റെ ചുണ്ടൊന്നു കൂടി. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് അവളെപ്പറ്റി എല്ലാം തിരക്കി അറിഞ്ഞതുകൊണ്ട് താമസസ്ഥലം എവിടെയാണെന്ന് അങ്ങോട്ട് ചോദിക്കേണ്ടി വന്നില്ല. കൃത്യം അവളുടെ PGയിൽ തന്നെ കൊണ്ടുപോയി വണ്ടി നിർത്തി. അവളുടെ ഇരുത്തം കണ്ട് അതും അവൾ അറിഞ്ഞില്ലെന്ന് തോന്നിയപ്പോഴാണ് കയ്യിലൊന്ന് തട്ടി വിളിച്ചത്. പേടിച്ചുകൊണ്ട് കൈ പിൻവലിച്ചു നോക്കുമ്പോൾ കണ്ടു ഒരു സ്പർശം പോലും തെറ്റായിരുന്നു എന്ന് തോന്നും പോലെ ഹരി നിന്നു. സിദ്ധി, തന്റെ വീടെത്തി. അപ്പോഴാണ് അവൾ പുറത്തേക്ക് നോക്കുന്നത്. എന്തെങ്കിലും ഒരു വാക്ക്, അല്ലെങ്കിൽ ഒരു നോട്ടമെങ്കിലും താൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന് തോന്നി ഹരിക്ക്. അല്ലെങ്കിൽ പിന്നെ അവളൊന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയപ്പോൾ തനിക്ക് ഇത്രയും ഹൃദയം നോവില്ലായിരുന്നല്ലോ. ആ ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവനത് ഓഫ് ചെയ്ത് പുറത്തേക്കിറങ്ങി. അവളെ വീടിന്റെ വാതിലാണ് ഇറക്കി വിട്ടത്. അവിടെ നിന്ന് നോക്കിയപ്പോഴേ കാണാമായിരുന്നു അത്യാവശ്യം നല്ല ദൂരം നടന്നാലേ വീടിനകത്തേക്ക് ചെല്ലുള്ളൂ എന്ന്. അവൻ വേഗം കാർ വട്ടം ചുറ്റി ആ ഗേറ്റിനടുത്തേക്ക് പോയി നിന്നു. അകത്തേക്ക് ചെന്നവൾക്കൊപ്പം വീടിനകത്തേക്ക് നടന്നു ചെന്ന് അവളെ കയറ്റിവിടണം എന്നുണ്ടായിരുന്നെങ്കിലും പേരറിയാത്ത എന്തൊക്കെയോ കാരണങ്ങൾ അവനെ അതിൽ നിന്നും പിന്നിലേക്ക് വലിച്ചു. എന്നിരുന്നാലും അവള് വീടിനുള്ളിലേക്ക് കയറി എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഹരി തിരിഞ്ഞു വന്ന് കാറിൽ കയറിയത്. ലിഫ്റ്റ് ഞെക്കി 1-2 നിമിഷം കാത്തു നിന്നിട്ടും അത് വരുന്നില്ല എന്ന് കണ്ട് അവൻ അത് വിട്ട് സ്റ്റെപ്പ് ഓടിക്കയറി. പാഞ്ഞു പിടിച്ചവന്റെ ഫ്ലാറ്റിനകത്ത് ചെന്ന് വാതിലിൽ തട്ടി കോളിംഗ് ബെൽ അടിക്കാൻ നോക്കുമ്പോഴാണ് വാതിൽ പാതിയെ ചാരിയിട്ടുള്ളൂ എന്ന് പാർത്ഥൻ കാണുന്നത്. പിന്നെ ഒന്നും ആലോചിക്കാതെ തുറന്നകത്തേക്ക് കയറി. കേറും വഴിയിലും തിരിഞ്ഞ മുറിയിലൊന്നും അഗസ്തിയെ കാണാൻ പറ്റിയില്ല എന്ന് കണ്ട് പാർത്ഥൻ പിന്നെ നേരെ പോയത് ടെറസിലേക്കാണ്. സൂക്ഷം പോലെ അവൻ അവിടെ ഉണ്ടായിരുന്നു. കയ്യിൽ ഒരു ബോട്ടിൽ വിസ്കിയും. വെള്ളം പോലും ചേർക്കാതെ അത് വായിലേക്ക് കമഴ്ത്തുന്നതിന്റെ അടുത്ത് നിന്ന് പാർത്ഥൻ ആ ബോട്ടിൽ തട്ടിപ്പറിച്ചു. ഇങ്ങനെ കുടിച്ചാൽ ചങ്ക് കത്തിപ്പോകുമടാ. കൂട്ടത്തിൽ ഒരുവന്റെ ഇതുപോലത്തെ പ്രവൃത്തി കണ്ട് മടുത്തവൻ അടുത്ത കൂട്ടുകാരന്റെയും ഈ അവസ്ഥ കണ്ടതും പൊട്ടിത്തെറിച്ചുപോയി. ഞാൻ ഇന്ന് കണ്ടു പാർത്ഥ. ആരെ? സിദ്ധിയെ. ഏ? ഞാൻ ഇന്ന് സിദ്ധിയെ കണ്ടു പാർത്ഥ. വംശിയുടെ ധാത്രിക്കുട്ടിയെ.